മല്ലിപ്പൊടി 1 സ്പൂണോളം കുരുമുളക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് അത് വാടി വന്ന സമയത്ത് അഥവാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വാടി വന്ന സമയത്ത് 2 സവാള ഉള്ളി നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു 1.5 തക്കാളി അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. ഇനി അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മസാലകൾ മൂത്ത് വരുന്ന സമയത്ത് ഒരു സ്പൂണ് മല്ലിപ്പൊടി 1 ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി നമ്മളതിലേക്ക് ഇടും. അതുപോലെ തന്നെ 1.5 സ്പൂണോളം കുരുമുളക് പൊടി അതിലേക്ക് ഇടും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ പാകത്തിന് വേണ്ട ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത്ര ഇതിലേക്ക് മസാലപ്പൊടികൾ വരുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. ആ മസാലൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിൽ നിക്ഷേപിക്കാൻ പോകണം കുടുക്കയിൽ. അത്യാവശ്യം ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പൊടിക്ക് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. ഏതാണ്ട് വെള്ളമൊക്കെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മളിതാ ഒരു ബിരിയാണി മസാലയാണിത്, ബിരിയാണി മസാല. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അത് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്.